റെനെ ദെക്കാർത്ത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ചിന്തകനാണ്. ഒരുപക്ഷേ കാർട്ടീഷ്യൻ അഹത്തിൻ്റെ പേരിൽ ഒക്കെ, അല്ലെങ്കിൽ മൈൻഡ് ബോഡി വിഭജനത്തിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ട ഒരു ചിന്തകൻ കൂടിയാണ് റെനെ ദെക്കാർത്ത്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഒരുപക്ഷേ തീർത്തും മെക്കാനിക്കലായ ഒരു ചിന്ത എന്ന് കരുതുന്നതിൻ്റെ അപ്പുറം ദെക്കാർത്ത് പിൽക്കാല തത്വചിന്തകർക്കും ഒരുപാട് ചിന്തിക്കാനുള്ള റോ മെറ്റീരിയൽസ് നൽകിയ ഒരു ചിന്തകനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈയിടെ ദെക്കാർത്തിൻ്റെ എ ഡിസ്കോഴ്സ് ഓൺ മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കുമ്പോഴാണ് അതിൽ ദെക്കാർത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ദെക്കാർത്ത് തീർത്തും സ്കെപ്റ്റിക്കായ, സന്ദേഹിയായ ഒരു ചിന്തകനാണെന്ന് നമുക്കറിയാം. തീർത്തും ഉറപ്പില്ലാത്ത ഒന്നിലേക്കും കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ദെക്കാർത്ത് നമ്മളെ പ്രചോദിപ്പിക്കില്ല. ദെക്കാർത്ത് എപ്പോഴും ഒരു തീർച്ചയുടെയും ഒരു തീർത്തും ഒരു ഉറപ്പിൻ്റെയും ഒക്കെ ഒരു ചിന്തകനാണ്. അപ്പോഴും ദെക്കാർത്ത് ചോദിക്കുന്നു, നിങ്ങളുടെ വീട് ആകെ പൊളിഞ്ഞു കിടക്കുമ്പോഴും നിങ്ങൾക്ക് ആ മൺകൂമ്പാരത്തിൽ ജീവിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ആ സമയത്ത് താൽക്കാലികമായിട്ട് എങ്കിലും നിങ്ങൾക്ക് ഒരു എത്തിക്സിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു മോറൽ കോഡിൻ്റെ ഒരു ആവശ്യമുണ്ട്. എന്നിട്ട് ദെക്കാർത്ത് പറയുകയാണ്, അത്തരം സന്ദർഭങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്നത് പോലെ വളരെ കടുത്ത തീരുമാനങ്ങളിലേക്ക്, എക്സ്ട്രീംസിലേക്ക് നിങ്ങൾ എത്തരുത്. തീവ്ര നിലപാടുകൾ ഉപേക്ഷിക്കുകയും ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുകയും അത് തെറ്റാവുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നിങ്ങൾ അത്രമാത്രം ബാധിക്കാത്ത രീതിയിലുള്ളൊരു തീരുമാനങ്ങളായിരിക്കണം നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, തീർച്ചയില്ലാത്ത ഒരു സമയത്ത് നിങ്ങൾ എടുക്കേണ്ടത് എന്നാണ് ദെക്കാർത്ത് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾ കരാറുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒരു ഉറച്ച തീരുമാനങ്ങളിലേക്കൊന്നും, ഒരു എക്സ്ട്രീമായ തീരുമാനങ്ങളിലേക്കൊന്നും എത്താതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയും. അങ്ങനെ ഈ സമയത്തെടുക്കേണ്ട ഇതെങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു 2-3 മാക്സിംസ് ഈ പറയുന്ന ഡിസ്കോഴ്സ് ഓൺ മെത്തേഡിൻ്റെ പാർട്ട് 3 ആണെന്ന് തോന്നുന്നു, അതിൽ ദെക്കാർത്ത് പറയുന്നുണ്ട്. അതിൽ ഈ 2ാമത്തെ മാക്സിമിൽ ആണെന്ന് തോന്നുന്നു ദെക്കാർത്ത് എപ്പോഴും പറയുന്നു, അത്തരം ഒരു സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒരിക്കലും, ദെക്കാർത്ത് പറയുന്നൊരു ഉദാഹരണം, നിങ്ങൾ കൊടുങ്കാട്ടിലകപ്പെട്ടു പോയാൽ, നിങ്ങൾക്ക് വഴിതെറ്റി, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? ദെക്കാർത്ത് പറയും, ഒരേ ദിശയിൽ നേർവഴിയിൽ സഞ്ചരിക്കുക, അതായിരിക്കും ഏറ്റവും അഭികാമ്യമായിരിക്കുന്നത് എന്നാണ് ദെക്കാർത്ത് പറയുന്നത്. അപ്പോഴും ദെക്കാർത്ത് തൻ്റെ 2ാമത്തെ മാക്സിമിൽ പറയുന്നൊരു കാര്യം ഞാനിങ്ങനെ ഓർക്കുകയാണ്. ദെക്കാർത്ത് പറയുന്നത്, നിങ്ങൾക്ക് വലിയ തീർച്ചയൊന്നും ഉണ്ടാവില്ല, തിയററ്റിക്കലി നിങ്ങൾക്കത് ഒരു സത്യമാണ് എന്നുള്ള ഒരു ഉറപ്പൊന്നുമില്ലെങ്കിലും നിങ്ങൾ പ്രായോഗികമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായി ഉറപ്പിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക, എന്നാൽ മാത്രമേ അതിലേക്ക് ഒരു ഫലസിദ്ധിയിലേക്ക് എത്താൻ പറ്റൂ എന്നാണ് ദെക്കാർത്ത് പറയുന്നത്. ദെക്കാർത്തിൻ്റെ ഒരു 3ാമത്തെ മാക്സിം ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള താൽക്കാലികമായ എത്തിക്സിൻ്റെ അല്ലെങ്കിൽ ഒരു ടെമ്പററി മോറൽ കോഡിൻ്റെ ഒരു 3ാമതായിട്ട് ദെക്കാർത്ത് പറയുന്ന ഒരു മാക്സിം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കൊക്കിൽ പെടുന്നത് മാത്രം കുത്തുക എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും, ദെക്കാർത്ത് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു സാമ്രാജ്യത്തിൻ്റെ ഒരു അധിപതി ആകണമെന്ന് ആഗ്രഹിക്കാറില്ല. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ലോകത്തിലെ സമ്പത്ത് മുഴുവനിൽ എത്തണമെന്ന് ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല നമ്മുടെ നിരാശകൾ. നമ്മുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ദെക്കാർത്ത് അതിന് അവിടെയും വളരെ എളുപ്പ വഴിയുണ്ട്. ദെക്കാർത്ത് പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും എന്നുറപ്പുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടെയുള്ള ഒരാഗ്രഹങ്ങൾ കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലൊന്നും ബുദ്ധിമുട്ടേണ്ടി വരില്ല. അപ്പോൾ ദെക്കാർത്ത് ആ ഒരു നിലയ്ക്ക് പ്രായോഗികതയുടെ ഒരു തത്വശാസ്ത്രമാണ് ഒരർത്ഥത്തിൽ പറയുന്നത്. വളരെ സ്കെപ്റ്റിക്കാണ്, പക്ഷേ നമുക്ക് ദെക്കാർത്തിനോട് യോജിക്കാനൊന്നും പറ്റില്ല. പലപ്പോഴും
ഒരു ഡേഞ്ചറസ് ആയി ജീവിക്കേണ്ടതിൻ്റെ ഒരു ഒരു ത്രില്ലോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയോ ഒന്നും ദക്കാർത്തിൻ്റെ ചിന്തയ്ക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ പലപ്പോഴും വളരെ ഗ്രേ ആയ, തീർത്തും മീഡിയനായ, ഒരു എവറേജായ ജീവിതത്തെക്കുറിച്ച് മിഡിൽ ക്ലാസ് എന്ന് പറയാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും തീർത്തും ഒരു ഏവറേജായ ഒരു ഒരു ജീവിതത്തെക്കുറിച്ചിട്ടാണ് ദക്കാർത്ത് പറയുന്നത്. ഒരു പക്ഷേ തീർത്തും നമ്മുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ അങ്ങനെ ഉറപ്പിച്ചിട്ട് ഒരു സ്റ്റെപ്പും വെക്കില്ല എന്നൊക്കെയാണ് ഉള്ളതാണ് സത്യം. പക്ഷേ ഏകദേശം ഒരു 8-9 കൊല്ലത്തെ അലച്ചിലിൻ്റെയൊക്കെ ഒടുവിൽ ദക്കാർത്ത് തിരിച്ചെത്തുമ്പോഴും ദക്കാർത്ത് ഒരു തത്വചിന്ത പദ്ധതിയൊന്നുമായിട്ട് വരുന്നില്ല. അയാൾക്ക് അപ്പോഴും വലിയൊരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആ ആ ഉറപ്പില്ല എന്ന് പറയുന്നത് തീർത്തും ജെന്യൂനായിട്ട് തന്നെ ദക്കാർത്തിലുള്ള ഒരു ഉറപ്പില്ലായ്മയാണ്. അയാൾ ആ ഒരു ആലോചനയിലും ഒക്കെ ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമില്ല. ദക്കാർത്ത് നമ്മൾ മറിച്ചു നോക്കുന്നതിനേക്കാൾ മുമ്പേ ഒരുപക്ഷെ തള്ളിക്കളയേണ്ട ഒരു ചിന്തകനൊന്നുമല്ല. ദക്കാർത്ത് പല പിൽക്കാല ചിന്തകർക്കും ഒരുപക്ഷെ ഞാൻ തന്നെ ദക്കാർത്തിനെ ഇതിനിടെ ദക്കാർത്ത് ഉൾപ്പെടെയുള്ള ചിന്തകർ എഴുതിയതാണ് ഒരു പുസ്തകം. പുസ്തകത്തിൻ്റെ പേര് ദ റാഷണലിസ്റ്റ്സ് എന്നാണ്. ഇത് ദക്കാർത്ത് മാത്രമല്ല, ഇതിൽ സ്പിനോസയുടെ എത്തിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ലീബ്നിസിൻ്റെ മൊണാഡോളജി അടക്കമുള്ള എഴുത്തുകളുണ്ട്, ഒക്കെയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ മറച്ചു നോക്കുന്നതിന് മുമ്പേ തന്നെ ഒരുപക്ഷെ എന്ത് ചെയ്യേണ്ട, ഒരു കൈയൊഴിയേണ്ട ചിന്തകരല്ല ഇവരൊന്നും. അവരർത്ഥത്തിൽ പിൽക്കാല ചിന്തകർക്കൊക്കെ ഒരുപാട് പ്രചോദനം നൽകാൻ വേണ്ടിയിട്ട് ദക്കാർത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറിച്ചു നോക്കുന്നതിനേക്കാൾ മുമ്പേ തന്നെ നമ്മൾ അടച്ചു വെക്കേണ്ട ഒരു ചിന്തകനല്ല ദക്കാർത്ത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റെനെ ദക്കാർത്ത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ചിന്തകനാണ്. ഒരുപക്ഷെ കാർട്ടീഷ്യൻ അഹത്തിൻ്റെ പേരിൽ ഒക്കെ, അല്ലെങ്കിൽ മൈൻഡ് ബോഡി വിഭജനത്തിൻ്റെ ഒക്കെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ട ഒരു ചിന്തകൻ കൂടിയാണ് റെനെ ദക്കാർത്ത്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഒരുപക്ഷെ തീർത്തും മെക്കാനിക്കലായ ഒരു ചിന്ത എന്ന് കരുതുന്നതിൻ്റെ അപ്പുറം ദക്കാർത്ത് പിൽക്കാല തത്വചിന്തകർക്കും ഒരുപാട് ചിന്തിക്കാനുള്ള റോ മെറ്റീരിയൽസ് നൽകിയ ഒരു ചിന്തകനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈയിടെ ദക്കാർത്തിൻ്റെ എ ഡിസ്കോഴ്സ് ഓൺ മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കുമ്പോഴാണ് അതിൽ ദക്കാർത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ദക്കാർത്ത് തീർത്തും സ്കെപ്റ്റിക്കായ, സന്ദേഹിയായ ഒരു ചിന്തകനാണെന്ന് നമുക്കറിയാം. തീർത്തും ഉറപ്പില്ലാത്ത ഒന്നിലേക്കും കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ദക്കാർത്ത് നമ്മളെ പ്രചോദിപ്പിക്കില്ല. ദക്കാർത്ത് എപ്പോഴും ഒരു തീർച്ചയുടെയും പക്ഷേ ഒരു തീർത്തും ഒരു ഉറപ്പിൻ്റെയും ഒക്കെ ഒരു ചിന്തകനാണ്. അപ്പോഴും ദക്കാർത്ത് ചോദിക്കുന്നു, നിങ്ങളുടെ വീട് ആകെ പൊളിഞ്ഞു കിടക്കുമ്പോഴും നിങ്ങൾക്ക് ആ മൺകൂമ്പാരത്തിൽ ജീവിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ആ സമയത്ത് താൽക്കാലികമായിട്ട് എങ്കിലും നിങ്ങൾക്ക് ഒരു എത്തിക്സിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു മോറൽ കോഡിൻ്റെ ഒരു ആവശ്യമുണ്ട്. എന്നിട്ട് ദക്കാർത്ത് പറയുകയാണ്, അത്തരം സന്ദർഭങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്നത് പോലെ വളരെ കടുത്ത തീരുമാനങ്ങളിലേക്ക്, എക്സ്ട്രീംസിലേക്ക് നിങ്ങൾ എത്തരുത്. തീവ്ര നിലപാടുകൾ ഉപേക്ഷിക്കുകയും ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുകയും അത് തെറ്റാവുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നിങ്ങൾ അത്രമാത്രം ബാധിക്കാത്ത രീതിയിലുള്ളൊരു തീരുമാനങ്ങളായിരിക്കണം നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, തീർച്ചയില്ലാത്ത ഒരു സമയത്ത് നിങ്ങൾ എടുക്കേണ്ടത് എന്നാണ് ദക്കാർത്ത് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾ കരാറുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒരു ഉറച്ച തീരുമാനങ്ങളിലേക്കൊന്നും, ഒരു എക്സ്ട്രീമായ തീരുമാനങ്ങളിലേക്കൊന്നും എത്താതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയും. അങ്ങനെ ഈ സമയത്തെടുക്കേണ്ട ഇതെങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു 2-3 മാക്സിംസ് ഈ പറയുന്ന ഡിസ്കോഴ്സ് ഓൺ മെത്തേഡിൻ്റെ പാർട്ട് 3 ആണെന്ന് തോന്നുന്നു. അതിൽ
ദെക്കാർത്ത് പറയുന്നുണ്ട്. അതിൽ ഈ രണ്ടാമത്തെ മാക്സിമിൽ ആണെന്ന് തോന്നുന്നു ദെക്കാർത്ത് എപ്പോഴും പറയുന്നു, അത്തരം ഒരു സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒരിക്കലും, ദെക്കാർത്ത് പറയുന്ന ഒരു ഉദാഹരണം, നിങ്ങൾ കൊടുങ്കാട്ടിലകപ്പെട്ടു പോയാൽ, നിങ്ങൾക്ക് വഴിതെറ്റി, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? ദെക്കാർത്ത് പറയും, ഒരേ ദിശയിൽ നേർവഴിയിൽ സഞ്ചരിക്കുക, അതായിരിക്കും ഏറ്റവും അഭികാമ്യമായിരിക്കുന്നത് എന്നാണ് ദെക്കാർത്ത് പറയുന്നത്. അപ്പോഴും ദെക്കാർത്ത് തൻ്റെ രണ്ടാമത്തെ മാക്സിമിൽ പറയുന്ന ഒരു കാര്യം ഞാനിങ്ങനെ ഓർക്കുകയാണ്. ദെക്കാർത്ത് പറയുന്നത്, നിങ്ങൾക്ക് വലിയ തീർച്ചയൊന്നും ഉണ്ടാവില്ല, തിയററ്റിക്കലി നിങ്ങൾക്കത് ഒരു സത്യമാണ് എന്നുള്ള ഒരു ഉറപ്പൊന്നുമില്ലെങ്കിലും, നിങ്ങൾ പ്രായോഗികമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായി ഉറപ്പിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക, എന്നാൽ മാത്രമേ അതിലേക്ക് ഒരു ഫലസിദ്ധിയിലേക്ക് എത്താൻ പറ്റൂ എന്നാണ് ദെക്കാർത്ത് പറയുന്നത്. ദെക്കാർത്തിൻ്റെ ഒരു മൂന്നാമത്തെ മാക്സിം ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള താൽക്കാലികമായ എത്തിക്സിൻ്റെ അല്ലെങ്കിൽ ഒരു ടെമ്പററി മോറൽ കോഡിൻ്റെ ഒരു മൂന്നാമതായിട്ട് ദെക്കാർത്ത് പറയുന്ന ഒരു മാക്സിം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കൊക്കിൽ പെടുന്നത് മാത്രം കുത്തുക എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും, ദെക്കാർത്ത് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു സാമ്രാജ്യത്തിൻ്റെ ഒരു അധിപതി ആകണമെന്ന് ആഗ്രഹിക്കാറില്ല. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ലോകത്തിലെ സമ്പത്ത് മുഴുവനിൽ എത്തണമെന്ന് ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല നമ്മുടെ നിരാശകൾ. നമ്മുടെ നിരാശകൾ നമ്മുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ദെക്കാർത്ത് അതിന് അവിടെയും വളരെ എളുപ്പ വഴിയുണ്ട്. ദെക്കാർത്ത് പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും എന്നുറപ്പുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടെയുള്ള ഒരാഗ്രഹങ്ങൾ കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലൊന്നും ബുദ്ധിമുട്ടേണ്ടി വരില്ല. അപ്പോൾ ദെക്കാർത്ത് ആ ഒരു നിലയ്ക്ക് പ്രായോഗികതയുടെ ഒരു തത്വശാസ്ത്രമാണ് ഒരർത്ഥത്തിൽ പറയുന്നത്. വളരെ സ്കെപ്റ്റിക്കാണ്, പക്ഷേ നമുക്ക് ദെക്കാർത്തിനോട് യോജിക്കാനൊന്നും പറ്റില്ല. പലപ്പോഴും ഒരു ഡേഞ്ചറസായി ജീവിക്കേണ്ടതിൻ്റെ ഒരു ത്രില്ലോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയോ ഒന്നും ദെക്കാർത്തിൻ്റെ ചിന്തയ്ക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ പലപ്പോഴും വളരെ ഗ്രേ ആയ, തീർത്തും മീഡിയനായ, ഒരു എവറേജായ ജീവിതത്തെക്കുറിച്ച്, മിഡിൽ ക്ലാസ് എന്ന് പറയാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും തീർത്തും ഒരു ഏവറേജായ ഒരു ജീവിതത്തെക്കുറിച്ചിട്ടാണ് ദെക്കാർത്ത് പറയുന്നത്. ഒരുപക്ഷെ തീർത്തും നമ്മുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ ഉറപ്പിച്ചിട്ട് ഒരു സ്റ്റെപ്പും വെക്കില്ല എന്നൊക്കെയാണ് ഉള്ളതാണ് സത്യം. പക്ഷേ ഏകദേശം ഒരു 8-9 കൊല്ലത്തെ അലച്ചലിൻ്റെയൊക്കെ ഒടുവിൽ ദെക്കാർത്ത് തിരിച്ചെത്തുമ്പോഴും ദെക്കാർത്ത് ഒരു തത്വചിന്ത പദ്ധതിയൊന്നുമായിട്ട് വരുന്നില്ല. അയാൾക്ക് അപ്പോഴും വലിയൊരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഉറപ്പില്ല എന്ന് പറയുന്നത് തീർത്തും ജെന്യൂനായിട്ട് തന്നെ ദെക്കാർത്തിലുള്ള ഒരു ഉറപ്പില്ലായ്മയാണ്. അയാൾ ആ ഒരു ആലോചനയിലും ഒക്കെ ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമില്ല, ദെക്കാർത്ത് നമ്മൾ മറിച്ചു നോക്കുന്നതിനേക്കാൾ മുമ്പേ ഒരുപക്ഷെ തള്ളിക്കളയേണ്ട ഒരു ചിന്തകനൊന്നുമല്ല. ദെക്കാർത്ത് പല പിൽക്കാല ചിന്തകർക്കും, ഒരുപക്ഷെ ഞാൻ തന്നെ ദെക്കാർത്തിനെ ഇതിനിടെ ദെക്കാർത്ത് ഉൾപ്പെടെയുള്ള ചിന്തകർ എഴുതിയതാണ് ഒരു പുസ്തകത്തിൻ്റെ പേര് ദ റാഷണലിസ്റ്റ്സ് എന്നാണ്. ഇത് ദെക്കാർത്ത് മാത്രമല്ല, ഇതിൽ സ്പിനോസയുടെ എത്തിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ലീബ്നിസിൻ്റെ മൊണാഡോളജി അടക്കമുള്ള എഴുത്തുകളുണ്ട്, ഒക്കെയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ മറച്ചു നോക്കുന്നതിന് മുമ്പേ തന്നെ ഒരുപക്ഷെ എന്ത് ചെയ്യേണ്ട, കൈയൊഴിയേണ്ട ചിന്തകരല്ല ഇവരൊന്നും. ആ ഒരർത്ഥത്തിൽ പിൽക്കാല ചിന്തകർക്കൊക്കെ ഒരുപാട് പ്രചോദനം നൽകാൻ വേണ്ടിയിട്ട് ദെക്കാർത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറിച്ചു നോക്കുന്നതിനേക്കാൾ മുമ്പേ തന്നെ നമ്മൾ അടച്ചു വെക്കേണ്ട ഒരു ചിന്തകനല്ല ദെക്കാർത്ത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.